തുർക്കി AI യുദ്ധവിമാനം വികസിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു അവകാശവാദം തുർക്കി ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിനെ പറ്റിയിട്ട് വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു വരുമ്പോഴേ അതെന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ AI യുദ്ധവിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം നിയന്ത്രിക്കുന്ന അതൊരു സങ്കല്പമാണ്. നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു യുദ്ധവിമാനം അത് സ്വയം നിയന്ത്രിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് പറന്നു കയറുന്ന ആക്രമണം നടത്തി തിരിച്ചു വരുന്ന ഒരു യുദ്ധവിമാനം. സാധാരണ നമ്മളൊരു ബേസിലിരുന്നിട്ട് ഡ്രോണുകളെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പൈലറ്റ് നിയന്ത്രിക്കുന്ന വിമാനം തന്നെയാണ്, അതിൽ ആളില്ല എന്നുള്ളതേ ഉള്ളൂ. സാധാരണ ഡ്രോണുകളൊക്കെ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അങ്ങനെ നിയന്ത്രിക്കാൻ ഒരാളില്ലാതെ തന്നെ യുദ്ധം ചെയ്ത് തിരിച്ചു വരാൻ ശേഷിയുള്ളതാണ് ഈ AI യുദ്ധവിമാനം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആധുനിക യുദ്ധതന്ത്രങ്ങളിലെ ഏറ്റവും പുതിയ വഴിയാണ് ഈ AI എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള അത്തരത്തിൽ ടെക്നോളജികൾ ആഡ് ചെയ്തിട്ടുള്ള മിസൈലുകളും യുദ്ധവിമാനങ്ങളുടെ പ്രവർത്തനത്തിൽ പലതിനും AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഇപ്പോൾ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ പൂർണ്ണമായിട്ടും ഒരു ആളില്ല യുദ്ധവിമാനം നിർമ്മിച്ചു എന്ന് അവകാശപ്പെടുകയാണ് ബേക്കർ എന്ന് പറയുന്ന ഒരു ആയുധ നിർമ്മാണ കമ്പനി. ഒരു പ്രതിരോധ കമ്പനിയാണ്, തുർക്കിയിൽ ഉള്ളതാണ്. അപ്പോൾ കിസിലൽമ എന്നാണ് ഇതിൻ്റെ പേരിട്ടിരിക്കുന്നത്, ഈ ആളില്ല യുദ്ധവിമാനത്തിൻ്റെ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ വിദൂര നിയന്ത്രണ സംവിധാനങ്ങൾ ഉപയോഗിച്ചൊക്കെയാണ് സാധാരണ പ്രവർത്തിക്കുന്നതെങ്കിലും ഇതിന് അങ്ങനെയൊന്നും ആവശ്യമില്ല എന്നാണ്, കമാൻഡ് സെൻറ്ററിൽ നിന്നുള്ള നിയന്ത്രണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറയപ്പെടുന്നത്. ഒരു സാധാരണഗതിയിൽ നമുക്ക് ഇത് ചിന്തിക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് പരിമിതികളുള്ളതായിട്ട് സംശയം തോന്നും. തുർക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് എത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ളൊരു സംശയവും കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. കാരണം അമേരിക്കയുടെ സ്കൈബോർഗ് എന്ന് പറയുന്ന പദ്ധതി, ചൈനയുടെ ലോയൽ വിങ്മാൻ തുടങ്ങിയ പദ്ധതികളൊക്കെ ഈ പറയുന്ന ആൾ നിയന്ത്രിക്കേണ്ടതില്ലാതെ തനിയെ പോയി യുദ്ധം ചെയ്യാൻ കഴിവുള്ള യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതികളാണ്. ഈ പദ്ധതികളിലൊക്കെ തന്നെ അത് നടന്നു വരുന്നതേ ഉള്ളൂ, പൂർണ്ണ സജ്ജമായിട്ടില്ല എന്ന് വേണം അതിനെ പറയാനായിട്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ലോകത്തിലെ പ്രധാനപ്പെട്ട 2 രാജ്യങ്ങൾ ചൈനയും അമേരിക്കയും നിൽക്കുമ്പോൾ തുർക്കി ഇത് വികസിപ്പിച്ചു എന്ന് പറയുന്നതിനകത്ത് ചില സംശയങ്ങളുണ്ട്. അതായത് സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഡ്രോൺ മാത്രമാണ് അത്. അതിനകത്ത് ചില സാങ്കേതിക വിദ്യകൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്നും എങ്കിലും പൂർണ്ണമായിട്ടും അത് AI അല്ല. അതായത് സ്വയം പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്നതല്ല, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ കമാൻഡ് സെൻറ്ററിൽ നിന്നുള്ള ഓപ്ഷനുകൾ വേണ്ടി വരുന്നു എന്നൊരു ഇതുകൂടെ ഉണ്ട്. ഇത് പൂർണ്ണമായിട്ട് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. കാരണം ഇവർ 2 വിമാനത്തെ പറപ്പിച്ചിട്ടുണ്ട്. 2 വിമാനം പറപ്പിക്കുകയും അതിനെ ഈ AI പറന്നിറങ്ങി തിരിച്ച് വരികയൊക്കെ ചെയ്തതായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വലിയ ആയുധം വഹിക്കാനുള്ള ശേഷിയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതായത് തുർക്കി പറഞ്ഞ സ്ഥിതിക്ക് ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സബ്സോണിക് സ്പീഡിലാണ് പോകുന്നത് എന്നുള്ളതാണ്. 6 ടൺ ഭാരമുള്ള 6000 കിലോ ഭാരമുള്ളതാണ് ഈ യുദ്ധവിമാനം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു സിംഗിൾ ടർബോഫാൻ എൻജിനാണ് ഇതിനകത്തുള്ളത് എന്നുള്ളതാണ്. 1500 കിലോ 1.5 ടൺ വരെ ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയുണ്ട്. ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകളും ഇതിൽ ഘടിപ്പിക്കാനാകുമെന്നാണ് പറയുന്നത്. അതായത് ദൃശ്യപരിധിക്കപ്പുറത്തുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന മിസൈലുകൾ ഇതിൽ ഘടിപ്പിക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലാണെങ്കിൽ വലിയ ആയുധശേഷി, വലിയ ആക്രമണശേഷിയൊക്കെ ഉള്ളതാണ്. കൃത്യമായി ശത്രുവിൻ്റെ പൊസിഷൻ കണ്ടെത്തി അവിടെ ആക്രമണം നടത്താനും ഫോർമേഷൻ നടത്താനും ഇതിന് കഴിയും. തുർക്കിക്കാണ് ചാവേർ ഡ്രോണുകൾ ഏറ്റവും അധികം നിർമ്മിച്ചിട്ടുള്ളത് അവരാണ്. അതുകൊണ്ട് തന്നെ അവർ പറയുമ്പോൾ അത്രയ്ക്കും നമ്മൾ എന്താ പറയുക, സംശയത്തോടെ നോക്കണോ എന്നുള്ളൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. അതായത് ഇതിനകത്ത് സംശയം വരാൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു ആയുധ നിർമ്മാണം നടന്നിട്ടുണ്ടോ എന്നുള്ളത്, അതായത് ഇവർ അവകാശപ്പെടുന്നതാണ്. ഈ അവകാശവാദമാണെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഡിഫൻസ് വെബ്സൈറ്റുകളും എല്ലാം തന്നെ പറയുന്നത് അവകാശവാദമാണ്. അപ്പോൾ ആ അവകാശവാദത്തിനെ നമുക്കൊക്കെ ശരി അവർ പറയുമ്പോൾ അംഗീകരിക്കാം. പക്ഷേ പൂർണ്ണമായിട്ടും ഇത് ശരിയാണ് എന്നുള്ളതിനെ വരും കാലത്തേ അറിയാൻ കഴിയുള്ളൂ. 2026 ഇതിൻ്റെ പൂർണ്ണതോതിലുള്ള പ്രൊഡക്ഷൻ നടക്കാൻ പോകുന്നത് എന്നവർ പറയുന്നുണ്ട്. ഏതാണ്ട് 15 മുതൽ 18 മാസം വരെയുള്ള കാലയളവിൽ ഇതിൻ്റെ സാങ്കേതിക വിദ്യ പൂർണ്ണമായിട്ടും ഡെവലപ്പ് ചെയ്ത് എല്ലാം ഇതിൻ്റെ ഈ പറയുന്ന നേവിയുടെ എയർഫോഴ്സിൻ്റെയൊക്കെ ഭാഗമാക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചെറിയ പ്രതലമുള്ള, അതായത് വലിയ വലിപ്പമില്ലാത്ത എയർക്രാഫ്റ്റ് കാരിയറുകളിലൊക്കെ ഇതിനെ ഉപയോഗിക്കാൻ കഴിയുമെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ നേട്ടമാണ്, നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ്. പല ടെക്നോളജികളും പല രാജ്യങ്ങളും ഇപ്പോൾ വികസിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അമേരിക്കയും ചൈനയും റഷ്യയോ ഇന്ത്യയോ ഒക്കെ അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ ശക്തികളോ ഇവരുടെയിലൊക്കെ മാത്രമാണ് ടെക്നോളജി ഉള്ളത് എന്ന് നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല. എല്ലാവരുടെയിലും ഈ പറയുന്ന പല തരത്തിലുള്ള ടെക്നോളജികൾ ഉണ്ടായിരിക്കണം. കാരണം ഒന്നുമല്ലാത്ത ഒരു രാജ്യം, അതായത് ഇറാനെ പോലുള്ള രാജ്യങ്ങൾ പോലും ആണവശക്തിയാകാനുള്ള കരുത്ത് നേടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ
അതിനകത്ത് ഒരുപാട് ഭയവും ആശങ്കയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തുർക്കിക്ക് ഇത്തരത്തിലുള്ള ആയുധങ്ങൾ വികസിപ്പിച്ചുകൂടാ എന്നില്ല. പക്ഷേ അതിനകത്ത് എത്രത്തോളം പൂർണ്ണമാണ് ശരി എന്നുള്ളതാണ്. ശരിയാണ്, അവർ അങ്ങനെ ഒരു വിമാനം നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ 100% അത് പൂർണ്ണമായിട്ട് ഈ പറയുന്ന സാങ്കേതികവിദ്യ ഉള്ളതാണ് എന്ന് ലോകത്തിന് സംശയമുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഫുള്ളി ആട്ടോണമസ് ആണ് എന്ന് പറയുന്നത്, സ്വയം നിയന്ത്രിതമാണ് എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അത് വരും കാലത്ത് തെളിയിക്കപ്പെടുമായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇതിനകത്ത് സങ്കല്പം. സാധാരണഗതിയിൽ നമുക്കറിയാമല്ലോ, സിനിമകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അതുപോലെ തന്നെ റോബോട്ടിക്സിൻ്റെയൊക്കെ സങ്കല്പത്തിലുള്ള സയൻസ് ഫിക്ഷനുകളിൽ പറയുന്ന രീതിയിലുള്ള ഒരു വിമാനമായിട്ടാണ് ഇതിനെ പറയുന്നത്. അതായത് നമ്മളൊന്നും വേണ്ട, അത് കൃത്യമായിട്ട് ശത്രുവിൻ്റെ നീക്കം മനസ്സിലാക്കിയതിന് ശേഷം സ്വയം പറന്ന് പൊങ്ങി നേരെ ചെന്ന് ആക്രമണം നടത്തി ശത്രുവിനെ ഇല്ലാതാക്കി, ശത്രുവിൻ്റെ റഡാർ ആയിരിക്കുമല്ലോ പറയുന്നത് ഇന്ന രീതിയിൽ ഇവിടെ ഒരു യുദ്ധവിമാനം നമ്മുടെ അതിർത്തിക്കകത്തേക്ക് കടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ഇൻഫർമേഷൻ കിട്ടുന്ന സമയം തന്നെ ഈ യുദ്ധവിമാനം റൺവേയിലേക്ക് എത്തുന്നു, റൺവേയിൽ നിന്ന് പറന്ന് പൊങ്ങുന്നു, നേരെ ചെല്ലുന്നു, ആക്രമണം നടത്തുന്നു, തിരിച്ചു വരുന്നു, ഈ റൺവേയിൽ വന്ന് ഇറങ്ങുന്നു, തിരിച്ച് പാർക്ക് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. സയൻസ് ഫിക്ഷനുകളിലൊക്കെയാണ് നമ്മളിത് അധികവും കണ്ടിട്ടുള്ളത്. ടെർമിനേറ്റർ പോലുള്ള സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പൂർണ്ണമായിട്ടും AI മാത്രം അല്ലെങ്കിൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മാത്രം പ്രവർത്തിക്കുന്ന, മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നിയന്ത്രണമില്ലാത്ത ആയുധങ്ങൾ ഒക്കെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ അതൊരു എന്താ പറയുക, ഒരു വെറും സങ്കല്പം മാത്രമായിട്ട് കാണേണ്ടതുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ തുർക്കി പറയുന്നതിൽ. അങ്ങനെ പറയുകയാണെങ്കിൽ ശരിയാണെങ്കിൽ അത് പറയുന്നത് ശരിയാണ് എങ്കിൽ വൻ മുന്നേറ്റമാണ് അവർ നടത്തിയിരിക്കുന്നതെന്ന് പറയാം. അതുപോലെ തന്നെ ഈ AI മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ഓൺ ബോർഡ് സെൻസറുകളുണ്ട്, തത്സമയ ഡാറ്റ ട്രാൻസ്ഫറിനുള്ള സംവിധാനങ്ങളുണ്ട്. അതായത് ഈ യുദ്ധവിമാനം ഒരു മേഖലയിലേക്ക് കടന്നു ചെന്ന് ആക്രമണം നടത്തുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ ഈ മേഖലയിലേക്ക് എത്തുന്നത് വരെയുള്ള വിവരങ്ങൾ, ആ താഴെയുള്ള പ്രദേശത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസുകൾ, വെതർ കണ്ടീഷൻസ് ആയാലും ശരി തന്നെ, ഇല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യം എങ്ങനെ, ശത്രുവിൻ്റെ നീക്കം എങ്ങനെ, കൂടുതൽ അപ്ഡേറ്റുകൾ ഇത് കമാൻഡ് സെൻറ്ററിലേക്ക് ഇതിന് അയക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇവർ പറയുന്ന ഒരു വൈഡ് ഗസ് വെച്ചിട്ട് ഡിഫൻസ് വെബ്സൈറ്റുകൾ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു വിമാനം ഒരു ത്രട്ട് വന്നിട്ട് പറന്ന് പൊങ്ങുകയും അവിടെ ചെല്ലുമ്പോൾ വലിയ ത്രട്ടാണുള്ളത്, വലിയ ഭീഷണിയാണുള്ളത്, ശത്രുവിൻ്റെ യുദ്ധനിര വളരെ വലുതാണ് എന്നുണ്ടെങ്കിൽ ഇതിന് ഈ ഡാറ്റ ട്രാൻസ്ഫറിലൂടെ കൂടുതൽ ആളില്ലാ ഡ്രോണുകളെ, ഇതുപോലത്തെ ഡ്രോണുകളെ ആ പ്രദേശത്തേക്ക് വിളിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ എന്തിരൻ സിനിമ കണ്ടല്ലോ, അതിൽ ഒരു റോബോട്ട് മറ്റൊരു റോബോട്ടിനെ ഉണ്ടാക്കുന്നു, അത് ഇങ്ങനെ ഒരുപാട് മൾട്ടിപ്പിൾ ചെയ്ത് പോകുന്നത് പോലെ ഒരു വിമാനം ചെല്ലുന്നു, അത് നോക്കുമ്പോൾ കാര്യങ്ങൾ എൻ്റെ കയ്യിൽ നിൽക്കുന്നതല്ല, കൂടുതൽ ആൾക്കാർ വേണം എന്ന് ഒരു സന്ദേശം മനസ്സിലാക്കുകയാണെങ്കിൽ അവർ അയച്ചിട്ട് മറ്റ് യുദ്ധവിമാനങ്ങളെ കൂടി അവിടെ എത്തിക്കുകയും, അല്ലെങ്കിൽ ഈ ഡ്രോണുകളെ അവിടെ എത്തിക്കുകയും യുദ്ധവിമാനങ്ങളെ എത്തിച്ചുകൊണ്ട് ആക്രമണം നടത്തി വിജയം കൈവരിക്കാനും കഴിയുമെന്നുള്ളതാണ് ഇതിനകത്ത് പറയപ്പെടുന്ന ഒരു കാര്യം. വലിയ സാങ്കേതിക വിദ്യയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്, ഇൻ്റർ കണക്റ്റഡ് ആണ്. അതിൻ്റെ ടെക്നോളജികളെല്ലാം തന്നെ, അതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ അടക്കമുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ സ്റ്റെൽത്ത് ആണോ എന്നുള്ള കാര്യത്തിനകത്ത് ഒരിടത്തും വ്യക്തതയില്ല. സ്റ്റെൽത്ത് ആവാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് അറിയില്ല. സ്റ്റെൽത്ത് ആണെങ്കിൽ കുറേ കൂടി മാരകവും അപകടകാരിയുമാണ് ഈ യുദ്ധവിമാനം എന്നുള്ളതാണ് കണക്കാക്കേണ്ടി വരുന്നത്. എന്തായാലും വലിയ സാങ്കേതിക വിദ്യ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. അത് മാത്രവുമല്ല, ആക്രമണശേഷിയിൽ മികച്ച നിലവാരം ഇതിന് പുലർത്താനും കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളൊക്കെ പുതിയ സങ്കല്പങ്ങളിലേക്കൊക്കെ മാറുന്നുണ്ട്. നമ്മൾ ഈ ആളില്ലാ സബ്മറൈനുകൾ, അതായത് 5ാം തലമുറ സബ്മറൈൻ ഇപ്പോൾ റഷ്യ വികസിപ്പിക്കുന്നു. ആ വികസിപ്പിക്കുന്നതിനകത്ത് മിനിമം ആൾക്കാർ മതി, ഒരുപാട് പേര് വേണ്ട. കാരണം അതിനകത്ത് ഒരുപാട് ജോലിക്കാരുടെ ആവശ്യമില്ല, എല്ലാം ഓട്ടോമാറ്റിക്കാണ്. പലതും സംവിധാനങ്ങൾ, അതിൻ്റെ സാങ്കേതിക വിദ്യയൊക്കെ ആ രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. ഇവിടെ ഇന്ത്യയും അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഒരു ഫോർമേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഒരു അന്തർവാഹിനിയിൽ നിന്ന് പലതരത്തിലുള്ള ഈ നമുക്ക് സ്വയം നിയന്ത്രിച്ച് ഇത് പോകുന്നതും അതുപോലെ തന്നെ കമാൻഡ് സെൻറ്ററിൽ നിന്ന് നിയന്ത്രിക്കാനും ആകുന്നതായിട്ടുള്ള സബ്മറൈൻ ഈ പറയുന്ന വെഹിക്കിളുകളെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ പോകുന്നുണ്ട്. ഒരു വാർഷിപ്പ്, ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള വാർഷിപ്പുകൾ, ഇല്ലെങ്കിൽ കമാൻഡ് സെൻറ്ററിൽ നിന്ന് നിയന്ത്രിക്കാൻ കഴിയുന്ന വാർഷിപ്പുകൾ അമേരിക്ക വികസിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അമേരിക്കയുടെ കയ്യിലുണ്ട്. അതിനകത്ത് ഒരു യുദ്ധക്കപ്പൽ പോകും, അതിനകത്ത് സകല ആയുധങ്ങളും ഉണ്ടായിരിക്കും, ഒരു മനുഷ്യൻ പോലും ഉണ്ടാകില്ല. ആ യുദ്ധക്കപ്പൽ ചെന്നിട്ട് കൊടിയ ആക്രമണം നടത്തി തിരിച്ചു വരാൻ കഴിവുള്ളത്. എന്നാൽ അത് കമാൻഡ് സെൻറ്ററിൽ നിന്ന് നിയന്ത്രിക്കുന്നതാണ് എന്നുള്ള ഒരിതുണ്ട്. ആ രീതിയിലുള്ള ആയുധങ്ങൾ അമേരിക്കയുടെ കൈവശമുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള നവീനമായിട്ടുള്ള ആയുധങ്ങളുടെ കണ്ടുപിടുത്തം വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ലോകം
ഇപ്പോൾ ആയുധങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത് ഇന്ത്യ തന്നെ കോടിക്കണക്കിന് രൂപ മുടക്കി വലിയ രീതിയിൽ വലിയ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് ആയുധങ്ങൾ വാങ്ങുന്നുണ്ട്, ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഒരു വലിയ നേട്ടം തുർക്കി നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. വാസ്തവമായിരിക്കാം എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ കേൾക്കുന്നതിൻ്റെ വെച്ചിട്ട് സംശയങ്ങളുണ്ട് എങ്കിലും അവർ പറപ്പിച്ചിരിക്കുകയാണ്. 2 യുദ്ധവിമാനങ്ങളെ ആ രീതിയിൽ ഫ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു നേട്ടമാണ്. കാരണം അമേരിക്കയുടെയും ചൈനയുടെയൊക്കെ പദ്ധതികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് ചാനലിന് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. സഹായം വേണ്ടത് വളരെ നിസ്സാരമായൊരു സഹായമാണ്. നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുമ്പോൾ ഇന്ത്യ ലൈവ് എന്നുള്ളതിൻ്റെ IND എന്നുള്ള ആ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ബാർ തെളിഞ്ഞു വരും. അതിലൊന്ന് വിരലമർത്തി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ദയവായി നിങ്ങളുടെ സഹായം ഇന്ത്യ ലൈവിന് തുടർന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.